നമസ്കാരം. ഇപ്പോൾ ഈ സിനിമകളുടെ ലൊക്കേഷനുകളിൽ ഒരു കവറേജ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇല്ല. അത് മാറി. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഏത് ലൊക്കേഷനിലായാലും ഒരു സിനിമ തുടങ്ങിയാൽ അവിടെ പത്രപ്രതിനിധികളെത്തുകയും അതിൻ്റെ വാർത്തകൾ പെട്ടെന്ന് തന്നെ മാഗസിനിലൂടെയും മറ്റും അത് പുറത്തേക്ക് വരികയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒരു രഹസ്യ സ്വഭാവമുണ്ട്. കഥയിലും കഥാപാത്രങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ ഒരു രഹസ്യ സ്വഭാവമുണ്ട്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഒരു സർവ്വസ്വതന്ത്രമായി ഇത് തുറന്നിട്ടിരുന്നു. ആ സമയത്താണ് ഈ ഒരു പൂന്തുവിളയാട്ടം, ഈ പറഞ്ഞ വെള്ളി നക്ഷത്രത്തിൻ്റെയും നാനയുടെയും ചിത്രഭൂമിയുടെയും അതുപോലെയുള്ള മാഗസിനുകളുടെ ഒരു പുഷ്കര കാലമായിരുന്നു അത്. അപ്പം എന്നാൽ ആ സമയത്ത് മണിരത്നം എന്ന് പറയുന്ന സംവിധായകൻ, റോജയൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാർന്ന സിനിമകളാണല്ലോ. അപ്പോൾ അത് മണിരത്നത്തിൻ്റെ ലൊക്കേഷനിൽ അങ്ങനെ ഇതുപോലെ ഒരു കവറേജോ അല്ല അതിൻ്റെ സിനിമയെക്കുറിച്ചോ ഒന്നും ഒരു വാർത്തയും അവർ നൽകുന്നതല്ലാതെ പുറത്തുനിന്ന് ആർക്കും ഒരു പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആ സമയത്താണ് മമ്മൂട്ടി ആദ്യമായിട്ട് തമിഴിലേക്ക് പോകുന്നത്. ദളപതി, മണിരത്നത്തിൻ്റെ ദളപതിയിലാണ് തമിഴിലേക്ക് അദ്ദേഹം അഭിനയിക്കാനായി പോകുന്നത്. അപ്പോൾ നമ്മളെ മമ്മൂട്ടിയൊക്കെ ആയിട്ട് നല്ല ബന്ധവും വെള്ളി നക്ഷത്രത്തിന് അദ്ദേഹം ഭയങ്കരമായ രീതിയിൽ ഒരു സപ്പോർട്ടും, അങ്ങനെ അതിൻ്റെ ഒരു കുതിച്ചുയർന്നു വരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ദളപതിയുടെ ലൊക്കേഷനിൽ നമുക്ക് പോകാൻ പറ്റുമോ എന്ന് മമ്മൂട്ടിയോട് ചോദിച്ചു. പുള്ളി അത് നിസ്സാരമായിട്ട് പുള്ളി പറഞ്ഞത് പോകാം, അതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മണിരത്നത്തിൻ്റെ ലൊക്കേഷനിൽ അന്നും ഇന്നും ഒരു പത്രപ്രതിനിധികളോ ഒരു മാധ്യമങ്ങളോ ഒന്നും അവിടെ അദ്ദേഹം പ്രവേശനം നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ദളപതിയുടെ ഷൂട്ടിങ് മമ്മൂട്ടി പങ്കെടുക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മളോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ മദ്രാസിൽ ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിന് പോകാനായിട്ട് നമ്മൾ റെഡിയായി കോടമ്പക്കത്തെ ഒരു ഹോട്ടലിലായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെ മദ്രാസിൻ്റെ ഇത് ജോഗ്രഫിക്കലായിട്ട് അറിയത്തില്ല. പിന്നെ ഇത് അവിടെ ഗോപാലകൃഷ്ണൻ്റെ ഒപ്പം ഉണ്ട്. മമ്മൂട്ടിയുടെ കാറ് ഓൺ ദ വേ വന്നപ്പോൾ അവിടെ വന്ന് നമ്മളെ വിളിച്ച് നമ്മൾ അദ്ദേഹത്തിനോടൊപ്പമാണ് പോയത്. അപ്പം മമ്മൂട്ടി ചെന്നൈയിലെ ഈ കാറൊക്കെ മമ്മൂട്ടിയുടെ കാറ് ഓടിക്കുന്നത് വളരെ പ്രശസ്തമാണല്ലോ. വളരെ ഒരു പ്രത്യേക രീതിയിലാണ് സ്റ്റിയറിങ്ങിൽ അദ്ദേഹം കൈ പിടിക്കുന്നത്. നമ്മളിങ്ങനെ പിടിച്ച് ഓടിക്കുന്നതല്ല, ഈ ഒരു കൈ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ പിടിച്ചിട്ടാണ് പുള്ളി ഓടിക്കുന്നത്. അപ്പം നമ്മളതൊക്കെ ഈ മമ്മൂട്ടിയുടെ ഒപ്പം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ആ സ്റ്റിയറിങ്ങിൽ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചാണല്ലോ ഓടിക്കുന്നത്. അപ്പം അദ്ദേഹം ഈ നടുക്കിങ്ങനെ കൈ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഭയങ്കര അനായാസമായ ഒരു ഡ്രൈവിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ. അപ്പം ആ ചെന്നൈയിലെ തിരക്കേറിയ വഴികളിലൂടെയൊക്കെ അദ്ദേഹം ഇങ്ങനെ ഓടിച്ച്. അപ്പോൾ നമുക്ക് അറിയില്ല ഈ ഓഡിയോ ലോഞ്ച് നടക്കുന്ന സ്ഥലം രാജാജി ഹാളാണ്. അപ്പോൾ അവിടെ പുള്ളി അവിടെ വണ്ടിയിൽ അതിൻ്റെ ആളും ബഹളവും എല്ലാം നിൽക്കുന്ന ആ തിരക്കിലൂടെ പുള്ളി വണ്ടി ഓടിച്ച് രാജാജി ഹാളിൻ്റെ മുമ്പിലെത്തി. അവിടുന്ന് മമ്മൂട്ടിയുടെ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഗൗരവത്തിൽ ഏറ്റവും ഫ്രണ്ടിൽ വന്നിറങ്ങി. ഇതൊക്കെ ഒരു ജീവിതത്തിലെ ആദ്യത്തെ സംഭവങ്ങളായതുകൊണ്ട് ഇതെല്ലാം ഒരു അത്ഭുതത്തോടെയും ഒരു ആവേശത്തോടെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇളയരാജയാണ് സംഗീതം. ഇളയരാജയുടെ വളരെ പ്രശസ്തമായ പാട്ടുകളാണ് അതിനകത്ത് ഈ ദളപതിയിലുള്ളത്. അപ്പം ഇളയരാജ, ശോഭന, അങ്ങനെ ഒരു വലിയ താരനിരയും പിന്നെ അതിനോടൊപ്പം തന്നെ രജനികാന്തും അവിടെ എത്തുന്നു എന്നുള്ളതാണല്ലോ അവിടെ ഈ ഒരു ജനപ്രളയം ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത്. അപ്പം ഇതിനകത്തേക്ക് കയറി നമ്മൾ മുൻനിരയിൽ സ്ഥാനം പിടിച്ചു. മമ്മൂട്ടിയും രജനികാന്തും വേദിയിലേക്ക് കയറി. അപ്പോഴത്തേക്ക് ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ അങ്ങ് പ്രകമ്പനം കൊള്ളുന്ന പോലെ അങ്ങ് ജനം ഇളകി മറിയുക. അപ്പം പുറകിലാണെങ്കിൽ പോലീസുകാർ നിന്നിട്ട് ഈ ആരാധകരെ നിയന്ത്രിക്കാൻ ലാത്തിച്ചാർജ് നടത്തുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഇങ്ങനെ നമ്മൾ നേരിട്ട് ഇങ്ങനൊരു ആരാധകരുടെ ഈ രജനികാന്തിനോടും ഉള്ള ഒരു ആവേശം, ഒരു ആരാധകരുടെ ഒരു ഭ്രമം നേരിട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കണ്ടു. ആ ചടങ്ങ് കഴിഞ്ഞു. അപ്പോൾ നമ്മളതിനെക്കുറിച്ചൊരു നല്ല റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി. അങ്ങനെ തിരിച്ച് നമ്മൾ ഹോട്ടലിൽ വന്നു. അടുത്ത ദിവസം ഷൂട്ടിങ്ങാണ്. അപ്പോൾ മണിരത്നത്തിൻ്റെ ലൊക്കേഷനിൽ പോകുന്നത് ഇങ്ങനെ നമ്മൾ സ്വപ്നം കണ്ട് അതിങ്ങനെ കാത്തിരുന്നു. അപ്പോൾ ഇതുവരെ ആരും മണിരത്നത്തിൻ്റെ ഒരു ലൊക്കേഷനിലേക്ക് കവർ ചെയ്യാനോ അങ്ങനൊന്നും
ഒരു പത്രപ്രതിനിധിയോ അങ്ങനെ പത്രക്കാരെയോ ഒന്നും അവർ പുള്ളി അനുവദിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിക്കാരന് ഒരു പ്രത്യേക കൃത്യനിഷ്ഠയും ഒക്കെ ഉള്ള ഒരു സംവിധായകനായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മളിത് എങ്ങനെ പോകും, എങ്ങനെ ഇതിൻ്റെ ചിത്രങ്ങൾ എടുക്കുമെന്നുള്ള ഒരു രൂപമൊന്നും നമ്മുടെ മനസ്സിലില്ല. അങ്ങനെ അടുത്ത ദിവസത്തേക്കായിട്ട് നമ്മൾ കാത്തിരുന്നു. അങ്ങനെ അടുത്ത ദിവസവും മമ്മൂട്ടി നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ആ വഴിയിലൂടെ വന്നു. ജമനി എന്ന് പറയുന്ന അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണെന്ന് തോന്നുന്നു ഷൂട്ടിങ്. അപ്പം അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങളും കാറിൽ ആ ലൊക്കേഷനിലേക്ക് യാത്രയായി. അപ്പോൾ അത് പിന്നെ രജനീകാന്ത് അഭിനയിക്കുന്നത് കാണാൻ പോകുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ എന്നെ ആദ്യമായിട്ട് കാണുന്നതൊക്കെ ആയിട്ടുള്ളൊരു വല്ലാത്ത ഒരു മനസ്സിലൊരു വല്ലാത്തൊരു ആകാംക്ഷ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ജമനി എന്ന് പറയുന്നത് വലിയൊരു പഴക്കമുള്ളൊരു കെട്ടിടമായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ ഇൻറ്റീരിയർ പോലെയാണ് അവിടെ എനിക്ക് തോന്നുന്നു ആ സീനെന്ന് അവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം അത് പിന്നെ സിനിമ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, അല്ല നമുക്കതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടെ ലൊക്കേഷനിനകത്തേക്ക് അകത്ത് ചെന്നപ്പോൾ മണിരത്നം ഉണ്ട്, രജനീകാന്തുണ്ട്, പിന്നെ മമ്മൂക്കായുടെ ഒരു ചുറ്റിപ്പറ്റി അങ്ങനെ നിന്നു. അപ്പം ഇങ്ങനൊരു മാധ്യമ പ്രവർത്തകൻ അതിനകത്ത് വരികയും അവരത് കവർ ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നൊരു കാര്യമല്ല. പക്ഷേ മമ്മൂട്ടിയുടെ ഒരു മേധാശക്തിയും മമ്മൂട്ടിയുടെ ഒരു കഴിവും ഒക്കെ അത് ഒരു സ്വീകാര്യതയും ഒക്കെ എല്ലാ ഇൻഡസ്ട്രിയിലും അംഗീകരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നൊരു കാര്യമില്ല. അപ്പം നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് അങ്ങനെ നമ്മൾ അവിടെ ഇതിങ്ങനെ ഇത് കാണുകയാണ് ഈ ഷൂട്ടിങ്. അപ്പം അവിടെ ഒരു സാധാരണ ഒരു പ്ലാസ്റ്റിക് സെറ്റിയിൽ രജനീകാന്ത് ഇരിക്കുക. അപ്പോൾ ഒരു സ്ലാക്ക് ഷർട്ടും ഒരു പിന്നെ പാൻസും ആ ദളപതിയിലെ കോസ്റ്റ്യൂമിലായിരിക്കുന്നത്. അപ്പം ബാക്കിലിങ്ങനെ ഒരു കർച്ചീഫ് വെച്ചു ഈ കഴുത്തിൽ. അങ്ങനെ അവിടെ ഇരിക്കുക. പുള്ളിയെ വളരെ സൈലൻ്റായിട്ട് പുള്ളി അങ്ങനെ ഇരിക്കുക, വേറെ ഒന്നും ആരും ഇല്ല അടുത്ത്. അപ്പോൾ ഒരു വെള്ള ഷർട്ടിട്ട അദ്ദേഹത്തിൻ്റെ ഒരു മാനേജറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുന്നുണ്ട്, സിഗരറ്റ് ആ മാനേജർ കൊടുക്കും. അപ്പോൾ ആ സിഗരറ്റ് അദ്ദേഹം വലിക്കും. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വളരെ മെലിഞ്ഞ് നീണ്ട് ഇങ്ങനെ നമ്മൾ ദൂരെ നിന്ന് ഈ രജനീകാന്തിനെ ഇങ്ങനെ മതി വരുവോളം കാണുകയാണ്. അപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്തും അല്ലാതെയൊക്കെ രജനിയുടെ ഒരു ആരാധന ഭയങ്കരമല്ലേ, രജനിയോടുള്ളൊരു ആരാധനയും രജനിയുടെ പെർഫോമൻസും ഒരു സൂപ്പർമാനെ പോലുള്ള അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഈ ആൾ വെറും ഒരു സാധാരണ ആളായിട്ട് അങ്ങനെ നിൽക്കുക. അപ്പം ഇനി പെർഫോമൻസ് കാണണമല്ലോ. അപ്പോൾ അന്നേരം ഷോട്ട് റെഡി എന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ മണിരത്നം പറഞ്ഞപ്പോഴത്തേക്ക് രജനീകാന്ത് വീണ്ടും ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് കയ്യിൽ കൊടുത്തു. അപ്പോൾ പുള്ളി ഇങ്ങനെ ലിപ്പിൽ ഒരു ചുമന്ന, അപ്പോൾ പുള്ളിക്ക് ഇവിടെ ഒരു ഇതുപോലെയുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ആ ചുവപ്പ് ലിപ്സ്റ്റിക്ക് ഇങ്ങനെ തേച്ച് പിന്നെ ചീപ്പ് കൊടുത്തു. അപ്പോൾ ചീപ്പ് കൊടുത്ത് ഇങ്ങനെ മുടി ഇങ്ങനെ രണ്ട് വശത്ത് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ എഴുന്നേറ്റ്. അപ്പോൾ ഞാനതിനെ മമ്മൂക്കടുത്ത് പറഞ്ഞു, ഇതൊരു ഭയങ്കര മനുഷ്യനാണല്ലോ ഇത്. മമ്മൂക്ക ഇതിനകത്ത് അഭിനയിക്കുന്നത് ഇത് വലിയ ഭയങ്കര നടനാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഈ ഹൈ വോൾട്ടേജ് നടനല്ലേ. അപ്പോൾ മമ്മൂട്ടി അങ്ങനെ ചിരിച്ച്, മമ്മൂട്ടിയും ഇതിനുള്ള തയ്യാറെടുപ്പുണ്ടല്ലോ. മമ്മൂട്ടിയും ഭയങ്കരമായ ആളും സൗന്ദര്യവും ഒരു പുരുഷത്വവും മാനലിനസും എല്ലാം ഉള്ള ഭയങ്കരമായ ഒരു നടനാണല്ലോ. അപ്പോൾ അദ്ദേഹം അതിനുള്ള തയ്യാറെടുപ്പെടുത്തേണ്ട ദേവ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുമാണ്. അപ്പോൾ പുള്ളി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് പുള്ളി മേക്കപ്പൊക്കെ ഇട്ട് റെഡിയായിരിക്കും. അപ്പോൾ രജനീകാന്തിൻ്റെ ഒന്ന് രണ്ട് എന്തോ ക്ലോസപ്പ് അങ്ങനെ സാധനങ്ങളാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് പ്രധാനമായ ഒരു സീൻ ഉണ്ട്. അപ്പോൾ ആ സീൻ എടുക്കുന്നത് ഉച്ചയോടെ ഉള്ള സമയത്താണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അതിനുവേണ്ടി പുള്ളി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ മമ്മൂക്കടുത്ത് പറഞ്ഞ് എനിക്കൊരു ഫോട്ടോ അദ്ദേഹത്തിനോടൊപ്പം ഉള്ളൊരു ഫോട്ടോ എടുക്കണം. അപ്പോൾ അത് ഒരു വലിയ ആഗ്രഹമായിരുന്നു. നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം പിന്നീട് ഈ ഷോട്ടിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അപ്പം മണിരത്നം സന്തോഷ് ശിവനാണ് ക്യാമറ. അപ്പം സന്തോഷ് ശിവനും നമ്മളെ പരിചയമുണ്ട്, അറിയാം. അങ്ങനെ നമ്മളങ്ങനെ അവിടെ ആ ഒരു ഇതിനകത്ത് ഒന്ന് സെറ്റായി മറ്റു ആക്ടിവിറ്റീസൊക്കെ. അപ്പം മണിരത്നം ഒരു മുറിയിൽ അതിനിടയിൽ ഇടയ്ക്കുള്ളൊരു മുറിയിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് പുള്ളി ഈ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞ് അഭിനയിക്കുക. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളി കുറിക്കുകയാണ്, ചില ഡയലോഗുകളും ചില സാധനങ്ങളും പുള്ളി എഴുതുക. അപ്പോൾ പുള്ളി തന്നെ പെർഫോം ചെയ്ത് എഴുതുന്നു. അപ്പോൾ ഇങ്ങനെ ഞാനതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ പിന്നെ രജനീകാന്തിൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി കാത്തിരുന്നു.
അതിനുശേഷം രജനീകാന്തിൻ്റെ പെർഫോമൻസ് ആണ് കാണാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഗോപാലകൃഷ്ണൻ അത്യാവശ്യം ചില പടങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ലൊക്കേഷനകത്തുള്ള പടങ്ങൾ എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ട്. അപ്പം പുള്ളിയും റെഡിയായി. അപ്പം ഷോട്ടിന് വിളിച്ചപ്പോൾ രജനീകാന്ത് ഇതുപോലെ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ തൊട്ട് മുടിയൊന്നു പുള്ളി എഴുന്നേറ്റ് വന്ന് റെഡി സാർ. അപ്പം മണിരത്നം ഇത് പെർഫോം ചെയ്ത് ഈ ഒരു എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ രംഗം എന്ന് പറഞ്ഞാൽ സിനിമയിൽ നമ്മൾ കണ്ടപ്പോഴാണ് ഈ ദേവയ്ക്ക് വലിയൊരു അപകടം പറ്റിയുള്ള മരണാസന്നനായി അങ്ങനെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്ന സമയത്ത് രജനീകാന്ത് ഉരുവിടുവാങ്ക എന്ന് പറയുന്ന, അങ്ങനെ മരിക്കരുത് നീ മരിക്കരുതെന്ന് പറയുന്ന ഒരു ഭയങ്കരമായ ഒരു ബന്ധം ഇവർ തമ്മിലുണ്ട്. അത് ആ ഒരു പെർഫോമൻസ്, ആ ബോഡി അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനോടൊപ്പം ആ സ്ട്രെച്ചറിനോടൊപ്പം അങ്ങനെ കയറി ചെല്ലുന്ന ഒരു സാധനമാണ് രജനീകാന്ത് അഭിനയിക്കുന്നത്. അപ്പം ഇത് മണിരത്നം കാണിച്ചു കൊടുത്തു. അപ്പോൾ ഷോട്ട് റെഡി എന്ന് പറഞ്ഞ് രജനീകാന്ത് ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് മുടിയൊക്കെ ഒതുക്കി ഇങ്ങനെ നിന്നിട്ട് റെഡി എന്ന് പറഞ്ഞപ്പോൾ രജനീകാന്തിൻ്റെ ഒരു രൂപം ആളും അങ്ങ് മാറി. ഇതൊരു പുള്ളി ആ ഒരു ഈ മമ്മൂട്ടിയെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുമ്പോൾ ഉയിര് വിടുവാങ്ക എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ പല ഒരു ഡയമെൻഷനിൽ അങ്ങനെ അതിനോടൊപ്പം അതാണ് രജനീകാന്തിൻ്റെ നമ്മളൊക്കെ കണ്ട അന്തം വിട്ട് ഇത് ആ ഒരു പെർഫോമൻസിൻ്റെ ഒറ്റ ടേക്കാ സംഗതി. അപ്പോൾ അത് നിൻ്റെ ജീവൻ പോലും അത്ര പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ഒരാളുടെ, അപ്പം ഞാൻ ഇത് നമ്മൾ കണ്ടിങ്ങനെ തറച്ച് അത്ഭുതപ്പെട്ട് നിൽക്കുക. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ രീതി. അപ്പോൾ അതൊക്കെ നമ്മൾ ഗോപാലകൃഷ്ണൻ ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് നമ്മളിപ്പുറത്ത് വന്ന് ഞാൻ മമ്മൂക്കടുത്ത് പറഞ്ഞു, മമ്മൂക്ക ഇത് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ചെയ്യുമ്പോൾ ഇതുപോലെ പിടിച്ചു നിൽക്കാൻ നമ്മൾ ഇച്ചിരി പാടാണല്ലോ എന്ന് പറഞ്ഞേ. എന്നുവെച്ചാൽ ആ രജനീകാന്തല്ലേ നിൽക്കുന്നത് ഓപ്പോസിറ്റ്. പക്ഷേ ചിത്രം വന്നപ്പോൾ അതിനകത്ത് മമ്മൂട്ടിയുടെ ഒരു സൗന്ദര്യവും ഒരു ഗാംഭീര്യവും ആ എല്ലാം ഒത്തിണങ്ങിയ ഒരു കഥാപാത്രവും അതിനൊരു വലിയ സ്വീകാര്യതയും സൗത്ത് ഇന്ത്യയിലും ഇന്ത്യയിലും ഒഴുക്കയും അങ്ങനെ ഒരു സ്വീകാര്യത മമ്മൂട്ടിക്ക് പിൽക്കാലത്ത് ലഭിക്കാൻ കാരണമായതും അതിലെ ആ ദേവ എന്നുള്ള ആ ക്യാരക്ടറും അതിലെ പെർഫോമൻസും രജനീകാന്തിനോടൊപ്പമുള്ള ആ ഒരു സിനിമയും ആയിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ ഷൂട്ടിങ് അന്നത്തെ ദിവസം ഷൂട്ടിങ് ആണ്ട് 1 മണി 2 മണി ആകുമ്പോഴത്തേക്ക് അങ്ങനെ നിന്നു. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഈ ഫോട്ടോ വേണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ രജനീകാന്ത് എനിക്ക് വന്ന് ഉച്ചയ്ക്ക് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഫോട്ടോ വേണമല്ലോ, ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നും ആ ലൊക്കേഷനിൽ പോയതിൻ്റെ ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു നഷ്ടം അല്ലെങ്കിൽ വേദന എന്ന് പറയുന്നത് രജനീകാന്തിൻ്റെ ഓടൊപ്പമുള്ളൊരു ചിത്രം നമുക്ക് സൂക്ഷിച്ചു വെക്കാനോ അങ്ങനെ നമുക്ക് ലഭിച്ചില്ല. അപ്പോൾ അതെന്താണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വന്ന നമ്മുടെ സുഹൃത്തും സീനിയറായിട്ടുള്ള ഗോപാലകൃഷ്ണനാണ്. അപ്പോൾ ഗോപാലകൃഷ്ണന് ചില പ്രത്യേക സ്വഭാവങ്ങളും പ്രത്യേക നിഷ്ഠകളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ചിത്രങ്ങളെടുക്കും. അപ്പോൾ പുള്ളി ചോദിച്ച്, യേശു ഇപ്പോഴും ലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കൂടെ നിൽക്കുമ്പോൾ ഇങ്ങനെ പണം ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്തോ പ്രത്യേകത എന്നുള്ള രീതിയിൽ പുള്ളി ഒന്ന് ചോദിച്ചു. അപ്പോഴേ പുള്ളി ആ ഫോട്ടോ എടുക്കാൻ പുള്ളിക്കൊരു വൈമനസ്യം പോലെ എന്തോ അന്നേരം ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പം മമ്മൂട്ടി തനിക്ക് ഫോട്ടോ എടുക്കണ്ടേ, അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടെന്നോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞോണ്ടേ അപ്പുറത്തെ സൈഡിൽ ഈ രജനീകാന്ത് അവിടെ നിന്നിട്ട് അന്ത ആളെ കൂപ്പിട്. അപ്പോൾ ഇത് കേട്ടിട്ട് അന്ത ആളെ കൂപ്പിട് എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുള്ളി വെയിറ്റ് ചെയ്യുക അവിടെ. അതാണ് രജനീകാന്ത്. അപ്പം രജനീകാന്ത് അവിടെയൊക്കെ അപ്പോൾ ഗോപാലകൃഷ്ണനെ കാണുന്നില്ല. ഗോപാലകൃഷ്ണൻ എവിടെ അങ്ങനെ ആ ഫോട്ടോ എടുക്കുന്ന ആ സന്ദർഭത്തിൽ ആ സമയത്ത് അദ്ദേഹമില്ല. അങ്ങനെ അത് എടുക്കാൻ പറ്റാതെ പോയതൊരു വലിയ ജീവിതത്തിലെ ഒരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ അന്നും ഇന്നും ഇപ്പം മണിരത്നത്തിൻ്റെ സിനിമയുടെ ലൊക്കേഷനിൽ പോയി കവർ ചെയ്ത് ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് അന്നും ഇന്നും ആദ്യമായിട്ടും അവസാനമായിട്ടുള്ളൊരു സംഗതിയാണ്. അവർ ഇതിനു മുമ്പും അതിന് ശേഷവും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അല്ലാതെ നമ്മൾ ഇൻട്രൂഡ് ചെയ്തോ അല്ലെങ്കിൽ രഹസ്യമായിട്ടോ എന്തെങ്കിലും റിപ്പോർട്ടുകൾ നമുക്ക് എടുക്കാമെന്നുള്ള അല്ലാതെ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിൽ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തോടെ അതിനകത്ത് കടന്ന്, അത് മമ്മൂട്ടിയാണ് അതിന് കാരണം. മമ്മൂട്ടിക്കുള്ളൊരു മേധാശക്തിയും അല്ലെങ്കിൽ ആജ്ഞാശക്തിയുമാണ് അങ്ങനെ നമുക്കതിനകത്ത് കടന്ന് കയറാനും എടുക്കാനും പറ്റിയത്. അപ്പോൾ അത് ഇന്നിപ്പോൾ 92-92 തോന്നുന്നു ഈ ദളപതി റിലീസ് ചെയ്തത്. അപ്പോൾ അത് തിയേറ്ററുകളെ പ്രകമ്പനം കൊണ്ട് അതിലെ പാട്ടും മമ്മൂട്ടിയുടെയും പാട്ടും ഡാൻസ് നൃത്തരംഗങ്ങളും എല്ലാം കൊണ്ട് വൻ വിജയമായ ആ സിനിമ എത്രയോ 92 ഇപ്പോൾ 25-30 വർഷത്തിന് ശേഷം
ആ സിനിമ വീണ്ടും റിലീസിങ്ങിനായി ഒരുങ്ങുകയാണ്. അപ്പോൾ ഒരു ചരിത്ര സിനിമയായി നിലനിൽക്കുന്നു. അതിൻ്റെ ഒരു കഥാപശ്ചാത്തലവും കഥയും ഒക്കെ അത്തരത്തിലുള്ള കഥയാണ്. കാലത്തെ അതിജീവിക്കാൻ കഴിവുള്ള രണ്ട് നടന്മാർ, അവരുടെ പിന്നെ അതുപോലുള്ള അത്തരം ഒരു കഥയും കൂടെയാണത്. അതിനകത്താണ് ഈ അരവിന്ദ് സ്വാമിയും ഒക്കെ വരുന്നത്. അപ്പോൾ അന്ന് അരവിന്ദ് സ്വാമിയൊക്കെ ഉണ്ട്. ഇപ്പോൾ രജനീകാന്ത് നിൽക്കുമ്പോൾ നമ്മൾ അരവിന്ദ് സ്വാമിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. കളക്ടറുടെ റോളിൽ അഭിനയിക്കുന്നതാണോ അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ആ സമയത്ത്. കാര്യം നിൽക്കുന്നത് സാക്ഷാൽ രജനീകാന്തല്ലേ. അപ്പോൾ അങ്ങനെ രജനീകാന്തിനെ നേരിട്ട് കാണുകയും രജനീകാന്ത് അഭിനയിക്കുകയും ചെയ്യുന്നത് കാണാനും ഒരു ഭാഗ്യമുണ്ടായി എന്നുള്ളത് ഈ വെള്ളി നക്ഷത്രത്തിൻ്റെ ഒരു പ്രവർത്തന കാലയളവിൽ ഈ ദളപതിയുടെ സംഭവത്തിലാണ്. അപ്പോൾ അത് മറക്കാനാവാത്ത ഒരു സംഗതിയാണ്. അതിൻ്റെ റിപ്പോർട്ടുകൾ പിന്നെ ഭയങ്കരമായി വെള്ളി നക്ഷത്രത്തിൽ വരികയും അപ്പോൾ അത് വീക്കിലിക്ക് കുറച്ചുകൂടെ സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനകത്ത് മമ്മൂട്ടി വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ്.